ഒരു അടാറ് ഇൻട്രോ കൊടുത്ത്. ഹലോ അതല്ല ഇപ്പൊ കേട്ട് കേട്ട് എല്ലാവർക്കും മനസ്സിലാകും. പവറായിട്ട് പറഞ്ഞാലേ ഇന്ന് തന്നെ നിന്റെ അക്കൗണ്ട് 100K അടിക്കും. ഹലോ ഗൈസ്, വെൽക്കം വെൽക്കം ടു മൈ वेलकम ड्यूटी, नाइस टू मीट यू. मैं तो अभी ड्यूटी पे. हाँ. मोटू. मोटू, मेरा बेटा नहीं, मेरा छोटा अनियन ब्रदर है. നമ്മളെല്ലാരോടും പറയുന്നത് നല്ല വാക്ക്. വരുമ്പോൾ ഹായ്, പോകുമ്പോൾ ഹാപ്പി ആയിട്ട് ബൈ. അപ്പൊ ഒരു പവറായിട്ടൊരു ഇൻട്രോ ഇട്ടേ. വാ, അവിടെ നടന്നു ഒരു ഇൻട്രോ ഇട്ടേ. अच्छा इंजन है, अच्छा गाड़ी, अच्छा इंजन. हेलो गाइस, इट्स मी लिटू कोची का बाकी नहीं कोई. അത് ഞാൻ കാണിച്ചോളാം, അത് ഞാൻ പറഞ്ഞോളാം. അത് അപ്പൊ ഇവിടെ നമ്മ പറമ്പിൽ വണ്ടികൾ മറ്റേ അട്ടിയിട്ട് കച്ചവടം ചെയ്യാൻ പോണേ. അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. പെരുപ്പിച്ചോ. റെഡി 1 2 3. Hello guys, it's me Riches Kochikara Chaiti. So welcome back to my YouTube channel, my Facebook page. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലായിട്ട് ഇടണം. എന്തായിരുന്നു അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ ഏതൊക്കെ വണ്ടികളുണ്ട് എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ലോൺകാർ വിളിക്കണം. അപ്പോൾ ഗൈസ്, എന്താണ് സന്തോഷ വാർത്ത ആദ്യമേ പറയാം. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൈസ് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ എടുത്ത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് JCB എന്നാണോ എന്നെ പറഞ്ഞാൽ? അല്ലല്ല, എടാ ഇതിനെന്തുവാടാ പറയണ ഈ വണ്ടീനെ? എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞ് JCB. ഓക്കെ, അത് പോട്ടെ. SY 350 ഓക്കെ. അപ്പോൾ ആ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് പുല്ലും കാടും പടലകളും എല്ലാം നമ്മൾ നിരത്തി വൃത്തിയാക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് വണ്ടികളും നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇടാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ചെയ്യുന്ന എല്ലാ വണ്ടികളും നമ്മളിനി ഇങ്ങോട്ടേക്കാണ് എടുത്തിടുന്നത്. സോ ആ ചേട്ടൻ അവിടെ ഈ പറഞ്ഞ പോലെ JCB ഒക്കെ ഓണാക്കി എല്ലാം കണ്ടാ ഓരോ സൈഡ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഒന്ന് തോണ്ടിയാൽ മതി, അപ്പം തന്നെ പുല്ലെല്ലാം ഇതൊക്കെ മറന്നുണ്ടാവും. അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മൾ തട്ടിയിട്ട് നമ്മളിനി വണ്ടികൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ്. സോ നമുക്ക് റീസെൻ്റ്ലി ഒരുപാട് വണ്ടികൾ നമ്മളിവിടെ സ്ക്രാപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡസ്റ്റ് അത്രയും പറ്റത്തില്ല, അതാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാത്ത കേട്ടോ, ആ സൈഡിലേക്ക്. ഇത്രയും ഭാഗം ഈ ചേട്ടൻ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോ ക്ലീൻ ചെയ്തപ്പോൾ പാമ്പിനെയൊന്നും കിട്ടിയില്ലെന്നാവോ? ഉണ്ടാകും, അതുങ്ങൾ ഓടി രക്ഷപ്പെട്ടായിരിക്കും, കാരണം ഇവിടെ മൊത്തം കാടാണല്ലോ. ഞാൻ എന്തിലോ കയറി ചവിട്ടിയായിരുന്നു. കക്കയുടെ തൊണ്ടായിരുന്നു. ഞാൻ ഓർത്ത് പാമ്പിൻ്റെ ഓട്ടമല്ലായിരിക്കും എന്ന് ചോദിച്ചത്. നോക്ക്. ഓക്കെ, അപ്പം ഇതൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കണേ എന്താ. ഓക്കെ ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ നമ്മൾ അട്ടിയിട്ട് നമ്മളിവിടെ ഇനി സ്ക്രാപ്പിങ്ങിൻ്റെ നമ്മൾ ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പുറത്തെ പ്ലോട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഈ പറഞ്ഞ പോലെ നിറഞ്ഞ്, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടും കൂടെ എടുത്തത്. ഈ പ്ലോട്ട് ഇവിടെ എന്താ അതാ പറഞ്ഞത്, നമ്മൾ ഒരുപാട് വണ്ടികൾ ഇനിയിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അവിടെ നമുക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ക്രെയിനിൽ വന്നിട്ട് വണ്ടി ഞങ്ങൾ എടുത്തോളാം. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് യൂട്യൂബിൽ നിന്നിട്ട് എനിക്ക് കിട്ടാത്തൊരു അച്ചീവ്മെൻ്റാണ് ആക്ച്വലി എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടാനായിട്ട് പോകുന്നത്. കാര്യം പറയാണ്ട്, ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ടില്ലേ 100K അടിച്ചിരിക്കും ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഞാനാണ് പറയണത്, കാരണം എന്റെ ശബ്ദം ഉണ്ട് ഇതിനകത്ത്. ശരി എന്നാ
അതിന് നമുക്ക് പിന്നെ എന്താണെന്നറിയോ, നമ്മളിത് ചെയ്യണത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. വണ്ടികൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനും പാർട്സ് അവൈലബിലിറ്റി ആൾക്കാരിലേക്ക് അവീല് പരുവത്തിലാണ്. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, എന്റെ നാക്കിന് ഒരു ലൈസൻസ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞോളാം. അതാണ് ഞാൻ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ ലെൻസി. അയ്യോടാ, ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ടോ? ഞാൻ ഈ വണ്ടി കണ്ടില്ലായിരുന്നു, ഞാൻ പെട്ടെന്ന് എന്റെ ശ്രദ്ധ ഇതിലേക്ക് പോയി. ഇത് ഏത് വണ്ടിയാണ്? ഫോർഡിന്റെ വണ്ടിയാണ്. ബാക്ക് കാണിച്ചു കൊടുക്ക്, മനസ്സിലാവും. അയ്യോ, ഇതിലേ കിളിയുടെ തീറ്റയൊക്കെ കിടക്കണ്ടല്ലോ, തേന. ഇത് ഫോർഡിന്റെ വണ്ടി. അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവൂല ഈ വണ്ടി. അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും ചിലപ്പോ അറിയാൻ പറ്റുന്ന മോണ്ടിയോ തന്നെയാണോ പറഞ്ഞിപ്പോ വായിന്ന് റിച്ച് പറഞ്ഞിപ്പോ ബീറ്റ് കണ്ടു കഴിഞ്ഞാല് റിച്ച് പറഞ്ഞിപ്പോ റിച്ച് വായിന്ന് പോണില്ല. ഇന്നലെ മിസ്റ്റേക്ക് പറ്റി എനിക്ക്. കേക്ക് കട്ട് ചെയ്ത് ഞാൻ ആഘോഷിക്കും. ഞാൻ എന്റെ സന്തോഷം. ഞാനും തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ 12 സബ്സ്ക്രൈബ് ആയി. ഓക്കെ, എന്ന് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ തോന്നുന്നു. എനിക്ക് ദാഹിക്കണം. ഓക്കെ, എനിക്ക് വയ്യ. അപ്പൊ ഗൈസ്, വണ്ടികളുടെ പാർട്സ് നോക്കി വണ്ടിയാണെങ്കിൽ നമുക്ക് ബാക്കി ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. ഇത് ടാറ്റ സ്വിഫ്റ്റ് അല്ലടാ, സെസ്റ്റ് കിട്ടില്ലല്ലോ. പിന്നെ ഒരു ഓമിനി ഉണ്ട് കേട്ടോ. അതാണ് മറ്റേ റിക്സ് എന്ന് പറഞ്ഞ ബീറ്റ്. ജോലി വന്നേടാ, ഒരു കമ്പനിക്ക് വന്നേടാ, നമുക്ക് പൊളിക്കാനുള്ള വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കാളാ. അവള് ഷാർജ ഷേക്ക് കുടിക്കാൻ പോയി. അവള് വന്നിട്ട് പോവാ. ഞാനോ സ്വിഫ്റ്റ് ഡിസയർ. എന്തിടിയാണ് വണ്ടിയുടെ ഓണറിന്റെ ചങ്ക് പൊളിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സൂക്ഷിക്കണ ഒരാളുടെ വണ്ടിയായിരുന്നു. ഒരു ഒറ്റ സെക്കൻഡിൽ സംഭവിക്കണ കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു നിമിഷത്തിലാണ് മറിയും. ജീപ്പ് കണ്ടിട്ട് ആരും വിളിക്കരുത്. പൊളിക്കാൻ വന്നല്ല, കസ്റ്റമറിന്റെ വണ്ടിയാണ്. പിന്നെ പോളോ ഉണ്ട് പൊളിക്കാൻ. ഇൻഡിക്കൊക്കെ വാട്സായി. പിന്നെ സൈലോ, പോളോ, പിന്നെ ടക്സൺ. ഈ കിടക്കണ വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. വണ്ടി മരണമില്ലാത്ത വണ്ടി. ഇപ്പൊ കൊന്നടക്കിയതിന്. ഇന്നോവ സ്റ്റീറിംഗ് ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കണമെങ്കിൽ ഷെവർലെറ്റ് ക്രൂസിൻ്റെ വാട്സ് അവൈലബിൾ ആണ്. എൻ്റെ അലോയ്സ് ഉണ്ട്. പിന്നെ ആൾട്ടോ, പോളോ, പിന്നെയും പോളോ. ആൾട്ടോ 800 LXI. ഡിക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പിന്നെ സെന്നസ്റ്റിലിയോ വണ്ടി തലകുത്തി മറിച്ചിട്ട് തന്നെ ഉണ്ട്. സെന്നിൻ്റെയൊക്കെ പാർട്സ് കിട്ടല് ഇത്തിരി ടാസ്ക്കാണ്. ഫൈബർ പാർട്സ് വെച്ച് കുറേ പേര് വിളിക്കും, പക്ഷേ ചാൻസ് കുറവാണ്. വിളിക്കുമ്പോൾ ഒരു കുന്ന് കോളാ തന്നെ. എല്ലാം നമുക്ക് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നീ വണ്ടി വേണ്ട, റീസ്റ്റോറേഷന് വന്നേണ വണ്ടിയല്ല, പൊളിക്കാൻ വന്നേണ വണ്ടിയാണ്. എൻ്റെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ. ഡോറൊക്കെ ഉണ്ട് കാരണം രാത്രി വന്നിട്ട് ഇവിടെ നൈസായിട്ട് അടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഡോറ് നമ്മൾ നൈസായിട്ട് അകത്തെടുത്ത് വെച്ചേക്കണേ. ഇവിടെ ചുറ്റിനും ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്.
CCTV ഉണ്ട്. ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വൈറലായി അങ്ങനെ പ്രശ്നമായി. നമ്മൾക്കും അങ്ങനെയൊന്നും താല്പര്യമില്ല. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക. ഇതൊരു കത്തിയ വണ്ടിയാണ്, കിഡ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്ത്. എങ്ങനെയാണ് കത്തിയെന്ന് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബാറ്ററിയൊക്കെ പോയി എന്താണ് പിസ്തെ. പിന്നെ വണ്ടികളുടെ സീറ്റ്, എൻജിൻ പാർട്സ്, ടയറൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ ഡയറക്റ്റ് വന്ന് നോക്കിയെടുക്കണമായിരിക്കും നല്ലത്. ടയറൊന്നും കൊറിയർ അയക്കൽ പോസിബിൾ അല്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെടണ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ വണ്ടികളുടെ പാർട്സൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് അയച്ചു തരാം. ഈ വണ്ടി ഏകദേശം പാർട്സായി. 2 ദിവസം കഴിഞ്ഞ് ഈ വണ്ടി കട്ട് ചെയ്യും. പിന്നെ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ്. ഓ ക്യാ കർത്താ ഹൈ? ഓ നീ ഫിറ്റ് ചെയ്ത് കൊടുക്കൂടാ ഏട്ടാ. പിന്നെ ബീറ്റിൻ്റെ അലോയ്സ് അവൈലബിൾ ആണ്, അതൊന്നും പോയിട്ടില്ല. പിന്നെ നാനോ, പിന്നെ ബീറ്റ്, പിന്നെയും ബീറ്റിൻ്റെ പെരുന്നാളാന്ന് തോന്നുന്നു. ബീറ്റ് തന്നെ ബീറ്റ്. നീ ഷെയ്ക്ക് കുടിക്കാൻ പോണെന്നോട്ട് പോയില്ലേ? പച്ചവെള്ളോ? ഞാൻ അവിടെ വെയിലത്ത് പോയി ഞാൻ പണിയെടുക്കേണ്ടി വന്നു ആണല്ലേ. അതെ, എല്ലാവരും വിളിക്കുമ്പോ ആളുടെ നമ്പറിലേക്കാണ് കോള് പോണത്. കണ്ട, ആളിവിടെ തിരക്കാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റൂല. അത് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവളിപ്പിട്ട വീഡിയോയില്, വണ്ടി വിൽക്കാനിട്ട വീഡിയോയില് ആൾക്കാർ ശ്രദ്ധിക്കാതെ വെറുതെ കാണുന്ന നമ്പറിലൊക്കെ വിളിക്കണേ. അത് രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറക്കം പോണേണ്. രാത്രി വിളിക്കണത് എന്തിനാണ്? രാത്രി കട തുറന്നിട്ടില്ല, പിന്നെ പാർട്സ് കൊടുക്കാനില്ല, വെറുതെ സമയം കളയാൻ വിളിക്കണേ. എന്നെ പിന്നെ ഞാൻ 2:30 വിളിച്ച്. എനിക്ക് അന്നത്തെ ദിവസം രാവിലെ മൊത്തം എൻ്റെ ഉറക്കം പോയി. എനിക്ക് മൊത്തം മട്ടായിരുന്നു. കണ്ണി കണ്ടവരൊക്കെ ഞാൻ ചീത്ത വിളിക്കണായിരുന്നു. രാത്രി വിളിച്ചാൽ പിന്നെ കഥ പറയാൻ നിൽക്കേണ്ടി വരും. ഞാൻ എടുക്കാറില്ല, അറിയാം. ഞാൻ സൈലന്റ് ചെയ്യാൻ മറന്നുപോയി, അതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെയാണെങ്കിൽ എൻജിൻ പാർട്സ് വായി മത്സരിച്ച് പൊട്ടിക്കലുണ്ട്. പൊട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ പൊട്ടിക്കൽ. എൻജിനൊക്കെ തകർത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജിൻ പൊളിച്ചു പഠിക്കുക. आपको कैसा है? अच्छा है. हाँ. ഇവിടെ കാണിച്ചു തരാനാണെങ്കിൽ കുറേ ഉണ്ട് കാണിച്ചു തരാൻ. പക്ഷേ അങ്ങും എവിടെയും മൊത്തത്തിൽ എത്തൂല കാണിക്കാൻ പോയി കഴിഞ്ഞാൽ. മുതലാളിയൊക്കെ ഫുൾ ടൈം ഫോണിലാണ്, ഒന്നും പറയാനില്ല. ഓ വെള്ളം കുടിക്ക്, പണിയെടുക്ക്. ഓ ഇന്നെങ്കിലും ചിരിച്ചല്ല. വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന പാർട്സ് മൊത്തം ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണായിരുന്നു. പക്ഷേ അത് മൊത്തം സാധനം തീർന്നു. പിന്നെ വണ്ടിയുടെ ഷോക്ക്, ആക്സില്, ഓൾട്ടർനേറ്റർ, കംപ്രസർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സൈഡിലേക്ക് നോക്കണമെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേനെ.
നല്ല നല്ല ബാറ്ററികളൊക്കെ കിട്ടും. ഡോർ പാഡ്, ഒരു നിസാൻ സണ്ണിയാണ്ടി കിടക്കണത്. ഒരു വൈൻഡപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശരിയാവൂല. അപ്പൊ എന്തായാലും നമ്മുടെ പയ്യൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തന്നു വിചാരിക്കുന്നു. പയ്യൻ ചെറുക്കൻ. ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. ചെറുക്കൻ എന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ പയ്യൻ എന്ന് പറഞ്ഞാല് ചെറുക്കൻ എന്ത് പാടാ നീ പിടിച്ചേ പോയെ. അതല്ലേ ഞാൻ പറഞ്ഞത്, എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. വണ്ടികളും ഏതൊക്കെ വണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഒക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതിലേക്ക് വിളിച്ചാൽ മതി. വണ്ടി പൊളിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് അത് ഞാൻ പറഞ്ഞല്ലോ. പൊളിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചാൽ മതി. എന്റെ വീഡിയോ കണ്ടിട്ട് വന്ന കസ്റ്റമറാണ്. ഇപ്പൊ പറയും. ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കാനാ നല്ലത്. 5 സെന്റ് സ്ഥലം മേടിക്കുന്ന 147 GB ഫോട്ടോയ്ക്ക് മാത്രം. ഫോട്ടോ ഒന്നും എനിക്ക് ഡിലീറ്റ് ചെയ്യാനും തോന്നുന്നില്ല. അപ്ഗ്രേഡ് ചെയ്യാറായല്ലേ ഫോൺ. ഈ ചേട്ടൻ എന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. എവിടെ നിന്ന്? മുളന്തുരുത്തിന്ന്. വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ ഇവിടുന്ന് നമ്പർ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. എന്താ ഇവിടെ ഈ സിറ്റുവേഷൻ കണ്ട ആള് ഇന്ന് ഒറ്റയാൾ പോരാട്ടമാണ്. ഫോണിലാണ് ഫുൾ ടൈം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ വന്ന പോലെ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനിത് കണ്ടിട്ട് നേരത്തെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ടൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല. നേരിട്ട് വന്നത് ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. എന്റെ ഫോണിൽ ഇത് വേണ്ട കോള് വന്നോണ്ടിരിക്കണേ. നമ്മള് പണിയെടുക്കണം. ഞാൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞില്ലേ, അതൊരു ബോഡി പാർട്സിന്റെ ഇട്ടുണ്ടായിരുന്നല്ലോ. അത് നോക്കിയിട്ടാണ് ഞാൻ ആ നമ്പർ വിളിച്ചപ്പോ ഇന്നലെ പ്രത്യേകം ജസ്റ്റ് വിളിച്ചപ്പോൾ കിട്ടിയായിരുന്നു. നേരിട്ട് വന്നത് നടക്കൂലെന്ന് എനിക്കറിയാം. അതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? കോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്താന്ന് കണ്ടില്ലേ? തിരക്ക് വരുമ്പോ ഒറ്റ അടിക്കാണ് തിരക്കാണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.